ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒപ്പോ ഫൈൻഡ് X8 ഫോൺ ഞാൻ ഒരാഴ്ച കൂടുതലായിട്ട് എൻ്റെ പ്രൈമറി ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഈ ഫോണിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇംപ്രഷൻസ് ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോൺ ഞാൻ പറയും ഒരു അണ്ടർ റേറ്റഡ് ഫോണാണ്. കാരണം നമ്മൾ ഒപ്പോ എന്ന് കേൾക്കുമ്പം നമ്മളെ മൈൻഡിൽ വരുന്ന ഒരു ഇംപ്രഷൻ എന്ന് വെച്ചാൽ ആ ഒരു ഓഫ്ലൈനിൽ കിട്ടുന്ന വാല്യൂ ഫോർ മണി അല്ലാത്ത ഫോൺസൊക്കെ. പക്ഷേ ഇതങ്ങനെയല്ല, നല്ല കിട്ടില്ല ഫോണാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആക്ച്വലി 70,000 ആണ്. പക്ഷേ ഒപ്പോ സ്റ്റോർ ആപ്പ് ഉണ്ട് പ്ലേ സ്റ്റോറിൽ. അപ്പോൾ അതുവഴി കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ചേർത്ത് നമുക്ക് ഈ ഫോൺ അറൗണ്ട് 47,000 മേടിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രൈസിന് കിട്ടില്ല, വാല്യൂ ഫോർ മണിയാണ്. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ഏറ്റവും ഇമ്പ്രസ് ചെയ്ത ഈ ഫോണിൽ ഇതിൻ്റെ ഡിസൈനാണ്. ഭയങ്കര കംഫർട്ടബിളാണ്. എന്ന് വെച്ചാൽ തീരെ വലിയ ഫോണുമല്ല, തീരെ ചെറുതുമല്ല. 6.59 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. ബെസൽസ് വളരെ കുറവാണ്. പിന്നെ റൗണ്ടഡ് കോർണേഴ്സ് ആണ് വരുന്നത്. 193 ഗ്രാമേ വെയിറ്റ് ഉള്ളൂ. എല്ലാം കൂടെ ഭയങ്കര കംഫർട്ടബിളാണ്. മനസ്സിലായി, നമുക്ക് വൺ ഹാൻഡൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ തീരെ ചെറുതൊന്നും തോന്നത്തുമില്ല. അലുമിനിയം ഫ്രെയിമാണ് ഈ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിൽ ഫ്രോസ്റ്റഡ് ഗ്ലാസ്, നല്ല കിട്ടില്ല മാറ്റ് ഫിനിഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ എടുത്ത് യൂസ് ചെയ്യുമ്പോൾ നല്ല പ്രീമിയം ഫീലാണ് കിട്ടുന്നത്. പിന്നെ ഡിസൈനിൽ തന്നെ അഡീഷണലായിട്ട് പറയേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ടൈപ്പ് സി വരുന്നത് നമുക്ക് ടൈപ്പ് സി 3rd ജനറേഷൻ തന്നെ. ടൈപ്പ് സി 3 ടൈപ്പാണ് വരുന്നത്. പിന്നെ അലേർട്ട് സ്ലൈഡർ ഉണ്ട്. അപ്പോഴും നമുക്ക് ഫോൺ തുറക്കാതെ തന്നെ സൈലൻറ്റും റിങ്ങും ഒക്കെ ആക്കാൻ പറ്റും. അപ്പോൾ ഡിസൈൻ വൈസ് നല്ല അടിപൊളിയാണ്. പിന്നെ IP69 റേറ്റിംഗ് ഉണ്ട്. ഇപ്പം കിട്ടാവുന്നതിൽ ബെസ്റ്റ് വാട്ടർ പ്രൂഫ് റേറ്റിംഗ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത് നമുക്ക് 6.59 ഇഞ്ചാണ്. അപ്പോൾ ഡിസ്പ്ലേ പറ്റി തന്നെ പറയാം. ഒരു 1.5K റെസൊല്യൂഷനാണ് വരുന്നത്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. 6.59 ഇഞ്ചാണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ഒരു കുറവെന്ന് വെച്ചാൽ LTPO ഡിസ്പ്ലേ അല്ല. എന്ന് വെച്ചാൽ 120 ഹെർട്സിൽ നിന്ന് 1 ഹെർട്സിലോട്ട് പോകുന്ന പരിപാടി ഇവിടെ ഇല്ല. 60 ഹെർട്സ് വരെ പോകത്തുള്ളൂ. ഞാൻ വീട്ടിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ പഞ്ചി കളേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. 1600 നിറ്റ്സിൻ്റെ HBM മോഡ് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഔട്ട്ഡോറൊക്കെ പക്കാ ബ്രൈറ്റാണ്. ഒരു വിഷയമല്ല. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേയും കണ്ടന്റ് കണ്ടന്റ് കാണാനൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ PWM ഡിമ്മിങ് 3800 സംതിങ് ഹെർട്സ് ആണ്. അപ്പോൾ ഐ സ്ട്രെയിൻ ഒന്നും ഒട്ടും വരാത്ത ടൈപ്പ് ഡിസ്പ്ലേ ആണ്. പിന്നെ AMOLEDൻ്റെ എല്ലാ ഗുഡ്നെസ്സും, ഡീപ് ബ്ലാക്സും നല്ല കോൺട്രാസ്റ്റും എല്ലാം ഇതിൽ വരുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ ഡോൾബി വിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും കൂടിയ പ്ലാൻ ഉണ്ടെങ്കിലേ നടക്കൂ. അല്ലാണ്ട് സാധാ കണ്ടന്റ് കൺസെപ്ഷനൊക്കെ സൂപ്പറാണ്. ഒരു പെർഫെക്റ്റ് സൈസ് ഡിസ്പ്ലേ എന്ന് പറയാം. പിന്നെ സ്പീക്കേഴ്സും നല്ലതാണ്. സ്പീക്കേഴ്സ് ക്വാളിറ്റി വൈസ് നല്ലതാണ്. കണ്ടന്റ് കാണാനൊക്കെ നല്ലതാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്ത് ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഒറിജിനൽ പ്രൈസ് 70,000 ആണ്. അപ്പോൾ നമ്മൾ ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസ് തന്നെയാണ് ഇതിൽ കിട്ടുന്നത്. MediaTekൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള Dimensity 9400 ചിപ്സെറ്റാണ് വരുന്നത്. അതിൻ്റെ കൂടെ LPDDR5X റാം വരുന്നുണ്ട്. UFS 4 സ്റ്റോറേജ് വരുന്നുണ്ട്. ഇന്ത്യയിലുള്ള വേരിയൻറ്റ് 12256 വേരിയൻ്റാണ്. ഓക്കെ, 512GB വേറൊരു വേരിയൻ്റ് കൂടെ ഉണ്ട്. പറക്കുന്ന പെർഫോമൻസ് ആണ്. വേറെ പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമില്ല. 9400 എന്ന് പറയുന്നത് നമുക്ക് 3.63 GHz ക്ലോക്ക് സ്പീഡ് വരുന്ന ഒരു പ്രോസസ്സറാണ്. പിന്നെ 3 നാനോമീറ്റർ ടെക്നോളജിയിലാണ് ബേസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഗീക്ബെഞ്ച് സ്കോറൊക്കെ നിങ്ങൾക്ക് ഇപ്പം സ്ക്രീനിൽ കാണാം. സിംഗിൾ കോർ അറൗണ്ട് 3000 വരുന്നുണ്ട്. മൾട്ടി കോർ 8000 റേഞ്ചിൽ വരുന്നുണ്ട്. പക്ഷേ പെർഫോമൻസ് വൈസ് ഒന്നും നോക്കാനില്ല. ഏത് ഗെയിം ആണോ കളിക്കാം, എന്ത് എഡിറ്റിംഗ് വേണോ ചെയ്യാം, ഒരു വിഷയം വരത്തില്ല. ഒരു 4 years ഒക്കെ നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് ഈ ഫോൺ യൂസ് ചെയ്യാം. ഒരു പ്രശ്നം വരത്തില്ല. ഡേ-ടു-ഡേ പെർഫോമൻസിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ലല്ലോ. മെയിൻ ഹൈലൈറ്റ് ഈ ഫോണിൻ്റെ അനിമേഷൻസ് ആണ്. അത് നല്ല കിടിലാണ്. ഭയങ്കര റിഫൈൻഡ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പെർഫോമൻസ് വൈസ് നിങ്ങൾ പറയേണ്ട കാര്യമൊന്നുമില്ല. BGMI 120 FPS കിട്ടുന്നുണ്ട്. വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല. സീനാണ്. പിന്നെ കുറേ കൂടെ എഫിഷ്യൻ്റ് ആക്കിയിട്ടുണ്ട് അവർ ഈ Dimensity പ്രോസസ്സറെ. കാരണം ഇതിനു മുമ്പേ എൻ്റെ ഉണ്ടായിരുന്ന Vivo X90 ആണ്. ആ ഫോണിൽ കുറച്ചുകൂടെ ഹീറ്റിംഗ് ഉണ്ടായിരുന്നു ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇതിലങ്ങനെ ഭയങ്കര ഹീറ്റിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നല്ല എഫിഷ്യൻറ്റുമാണ് സാധനം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അനിമേഷൻസ് അടിപൊളിയാണ്. അതിൻ്റെ പ്രധാന ഒരു ഫാക്ടറാണ് ഇതിൻ്റെ വരുന്ന സോഫ്റ്റ്വെയർ. നമുക്ക് ഒപ്പം വേണ്ട കളർ OS ആണ് കിട്ടുന്നത്. കളർ OS 15 ബേസ്ഡ് ഓൺ Android 15. പിന്നെ ഇതിൽ 4 വർഷത്തെ OS അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് ഒപ്പം പ്രോമിസ് ചെയ്യുന്നത്. പിന്നെ കളർ OS, Oxygen OS, Realme എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട അനിമേഷൻസ് തന്നെ. ആപ്പ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോൾ അടുത്ത ആപ്പ് തുറക്കാം. അങ്ങനെ ഭയങ്കര ഒരു ഫ്ലൂയിഡ് അനിമേഷൻ സെറ്റപ്പ് ഭയങ്കര റിഫൈൻഡ് ആക്കി വെച്ചിട്ടുണ്ട്. അത് ഈ ഫോൺ യൂസ് ചെയ്തിട്ട് നമ്മൾ വേറൊരു ഫോണിലോട്ട് പോകുമ്പോഴാണ് ഒരു വ്യത്യാസം വെച്ചിട്ടുണ്ട്. ഭയങ്കര കിഡിൽ അനിമേഷൻസും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ കളർ വൈസ് എടുത്ത് പറയേണ്ട കാര്യം ഇവരുടെ ഹാപ്റ്റിക്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ. ഹാപ്റ്റിക് മോട്ടർ നല്ലതാണ്. സാധാ ടൈപ്പ് ചെയ്യുമ്പോഴുള്ള അത് പോയിട്ട് തന്നെ UIയിലുള്ള ഇംപ്ലിമെൻറ്റേഷൻ വെച്ചാൽ നമ്മൾ റീസെൻറ്റ് മെനുവിൽ പോകുമ്പോഴും മാപ്പ് ഡ്രോയിഡർ തുറക്കുമ്പോഴും വോളിയം കൂട്ടുമ്പോഴും ബ്രൈറ്റ്നസ് കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും എല്ലായിടത്തും ഹാപ്റ്റിക്സ്
കുത്തിയിറച്ച് വെച്ചിട്ട് പറയുമ്പോൾ ഒരു ചെറിയ കാര്യം തോന്നും, പക്ഷേ അതിൻ്റെ ഈ ഹാപ്റ്റിക്കിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കാരണം നമ്മുടെ യൂസർ എക്സ്പീരിയൻസിൽ ഭയങ്കര ഒരു കിട്ടില്ല ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ സോഫ്റ്റ്വെയർ വൈസ് നല്ലതാണ്. പിന്നെ വേറെ ഫീച്ചർ വൈസൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ AI ഫീച്ചേഴ്സ് വരുന്നുണ്ട്, അതും അങ്ങനെ ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടില്ല. സോഫ്റ്റ്വെയർ നല്ല സ്റ്റേബിളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രീമിയം ഫീൽ ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട്. ഇപ്പോൾ ആൻഡ്രോയിഡ് ഉള്ളതിൽ ടോപ്പ് വൺ ഓഫ് ദ ബെസ്റ്റ് സോഫ്റ്റ്വെയർ ആണ് ഈ ColorOS എന്ന് ഞാൻ പറയും. ഒന്നിൻ്റെ കൂടെ തന്നെ ബെസ്റ്റ് എന്ന് പറഞ്ഞ് വയ്ക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ ഈ ColorOS. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ മിഡ് റേഞ്ച് ഫോൺ വിട്ടിട്ട് ഫ്ലാഗ്ഷിപ്പ് വാങ്ങാനുള്ള പ്രധാന കാരണം ക്യാമറയാണ്. ഓക്കെ, ഇതിൻ്റെ ക്യാമറ നമുക്ക് റിയർ ക്യാമറ 350 മെഗാപിക്സലിൻ്റെ സെൻസറാണ് വരുന്നത്. സെൻസർ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഒരു 50 MB മെയിൻ ക്യാമറ, 50 MB അൾട്രാ വൈഡ്, പിന്നെ ഒരു 3x പെരിസ്കോപ്പ് ക്യാമറ വരുന്നുണ്ട്. ഫ്രണ്ടിൽ 32 MB സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ക്യാമറയിൽ ഹേസൽബ്ലാഡിൻ്റെ ട്യൂണിങ് വരുന്നുണ്ട്. ഒരു ഫ്ലാഗ്ഷിപ്പിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്യാമറ പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരുപാട് ടെക്നിക്കലായിട്ടൊന്നും പറയുന്നില്ല, പക്ഷേ ഡീറ്റെയിൽസൊക്കെ ആ ലെവലിൽ കിട്ടുന്നുണ്ട്. ഡൈനാമിക് റേഞ്ച്, ഷാഡോ, ഹൈലൈറ്റ് പ്രോസസ്സിങ് അതൊക്കെ നല്ലതാണ്, വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെ കളേഴ്സ് ഭയങ്കര നാച്ചുറലൊന്നുമല്ല, കുറച്ച് കോപ്പിയാണ് അത്, പക്ഷേ മിക്കവർക്കും ഇഷ്ടപ്പെടും. പിന്നെ സ്കിൻ ടോണും അങ്ങനെ തന്നെ അല്പം ഒരു ബ്യൂട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഭയങ്കര ഓവറായിട്ടൊന്നും അല്ല കേട്ടോ. ഒപ്പം വന്ന് കേൾക്കുമ്പോൾ നമ്മളങ്ങനെ പൗഡർ ഇട്ട് വെളുപ്പിക്കുന്ന ആ പരിപാടിയൊന്നുമില്ല, പക്ഷേ ചെറിയൊരു ബ്യൂട്ടിഫിക്കേഷൻ ഉണ്ട്, അത് മിക്കവർക്കും ഇഷ്ടപ്പെടും. വേറെ അങ്ങനെ സീനൊന്നുമില്ല. പിന്നെ എനിക്ക് ഭയങ്കര ഇമ്പ്രസ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ സൂം ലെൻസാണ്. സെൻസർ സൈസ് അത്യാവശ്യം വലുതാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ 3x ആണ് പെരിസ്കോപ്പ്, പക്ഷേ 6x ഒക്കെ പോകുമ്പോൾ തന്നെ നല്ല ഡീറ്റെയിൽസ് ഒക്കെ പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ റിയർ ക്യാമറ വൈസ് അടിപൊളിയാണ്, 3 ലെൻസും അടിപൊളിയാണ്. ഫ്രണ്ട് ക്യാമറ സെൽഫീസ് നല്ലതാണ്, അങ്ങനെ ഭയങ്കര സീനായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അത്യാവശ്യം നല്ല സെൽഫീസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ എന്നെ ഏറ്റവും ഇമ്പ്രസ് ചെയ്തത് എൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ആണ്. സാധാരണ നമ്മൾ വീഡിയോ എന്ന് പറയുമ്പോൾ ഐഫോണാണ് ചോപ്പ് എന്നുള്ള ഒരു ഇതാണല്ലോ, പക്ഷേ ഇത് ഓൾമോസ്റ്റ് ഐഫോണിൻ്റെ ലെവലിലുള്ള വീഡിയോ നമുക്ക് തരുന്നുണ്ട്. എസ്പെഷ്യലി റിയർ ക്യാമറയിൽ നല്ല കിടിലൻ വീഡിയോ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഇപ്പം എൻ്റെ ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന iPhone 15 അപ്പോൾ പല സിറ്റുവേഷനിലും ആ ഒരു ലെവൽ വീഡിയോ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറയെ പറ്റി കൂടുതൽ നമ്മൾ iPhone 15 എന്തായാലും ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്യാം, അപ്പോഴും കൂടുതൽ മനസ്സിലാവും. പക്ഷേ സോഫ്റ്റ്വെയർ നമ്മളൊരു ഫ്ലാഗ്ഷിപ്പിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ക്യാമറ പെർഫോമൻസ് നമുക്ക് ഈ Oppo Find X8 നിന്ന് കിട്ടുന്നുണ്ട്. ഡിസൈൻ പാർട്ടിൽ ആക്ച്വലി ഇത് 193 ഗ്രാമാണ് ആക്ച്വലി ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് 5630 mAh ബാറ്ററി ഉണ്ട്. അത് എങ്ങനെ പോസിബിൾ ആയെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സിലിക്കൺ കാർബൺ ബാറ്ററി എന്നൊരു പുതിയ ടെക്നോളജി കുറച്ച് മാസമായിട്ട് ഈ സ്മാർട്ട് ഫോൺ വേൾഡിലുണ്ട്. അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലത്തെ ലൈറ്റ് വെയ്റ്റ് ഫോൺസിൽ തന്നെ നമുക്ക് കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി ഫിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എങ്ങനെ യൂസ് ചെയ്താലും ഒരു ദിവസം നിൽക്കും, അത്രയ്ക്ക് റിലയബിൾ സെറ്റപ്പാണ്. ഞാനെന്ന് വെച്ചാൽ 1.5Kയിലും പിന്നെ 120 Hz കോൺസ്റ്റൻറ്റ് ഓപ്ഷനൊക്കെ ഇട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ കൂടുതലും സ്ക്രോളിങ്ങും കാര്യങ്ങളും അങ്ങനെ ചെയ്യുന്ന ആളാണ്. എന്നിട്ട് പോലും എല്ലാ ദിവസവും എനിക്ക് 1 day ബാറ്ററി കിട്ടുന്നുണ്ട്, അങ്ങനെ വേറെ ഒരു പ്രശ്നമില്ല. ഇടയ്ക്ക് ഒരു ദിവസം ട്രിപ്പൊക്കെ പോയായിരുന്നു, അപ്പോഴ് ഒരുപാട് ക്യാമറ യൂസും അങ്ങനെയൊക്കെയാണ്. എന്നിട്ട് പോലും ഈവനിങ്ങിൽ 40% ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോഴേ ബാറ്ററി നിങ്ങൾ വറിയേ ചെയ്യണ്ട, എങ്ങനെ യൂസ് ചെയ്താലും 1 day കിട്ടും, ഒരു വറിയും വേണ്ട. പിന്നെ സ്ക്രീൻ ഓൺ ടൈമൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്നാലും ഡീറ്റെയിൽ റിവ്യൂ വരുമ്പോൾ ഞാൻ കുറേ കൂടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. പക്ഷേ ബാറ്ററിയെ പറ്റി പറയേണ്ട കാര്യം വരത്തില്ല. പിന്നെ ചാർജിങ് സ്പീഡ് നൈസാണ്, 80 വാട്ടിൻ്റെ വൂക്ക് ചാർജിങ് വരുന്നുണ്ട്, പിന്നെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്, പിന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ഉണ്ട്. അപ്പോഴും ഓവറോൾ സോർട്ടഡ് ആണ്, വേറെ അങ്ങനെ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് പറയാൻ വേണ്ടി ഒന്നുമില്ല. ബാറ്ററി സെക്ഷനിൽ ടോട്ടലി സോർട്ടഡ് ആണ്. അപ്പോഴൊരു കൺക്ലൂഷൻ ഈ ഡിവൈസിൻ്റെ പറയുകയാണെങ്കിൽ ആപ്പാടെ ഒരു പ്രശ്നമുള്ളത് ഇതിൻ്റെ സോഫ്റ്റ്വെയറിൽ ഒരു പ്രശ്നമുണ്ട്, എന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്ലോട്ട്വെയർസ് ആണ്. എക്സ്ട്രാ ആയിട്ട് കുറച്ച് ബ്ലോട്ട്വെയർ ആപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത് നമ്മൾ കുറച്ച് അൺഇൻസ്റ്റാളും ഡിസേബിൾ ചെയ്യേണ്ടി വരും. ആ ഒരു പ്രശ്നം മാത്രമേ ഈ ഫോണിലുള്ളൂ. അല്ലാണ്ട് ഇതിൻ്റെ ഫോം ഫാക്ടർ പെർഫെക്റ്റ് ആണ്, ഡിസ്പ്ലേ കിഡിലാണ്, പെർഫോമൻസ് കിഡിലാണ്, ക്യാമറ കിഡിലാണ്, സോഫ്റ്റ്വെയർ കിഡിലാണ്. പക്ഷേ സോഫ്റ്റ്വെയറിൽ ബ്ലോട്ട്വെയറിൻ്റെ ആ ഒരു സീനുണ്ട്, ബാക്കി സെറ്റാണ്. പിന്നെ IP റേറ്റിംഗ് വരുന്നുണ്ട്, വയർലെസ് ചാർജിങ്, അങ്ങനെ നമ്മൾ ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന എല്ലാം നമുക്കിത് ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 70,000 ആണ്. പക്ഷേ ഒപ്പോ സ്റ്റോറിൽ കുറച്ച് ഓഫേഴ്സ് അതൊക്കെ ചേർത്ത് നമുക്ക് അണ്ടർ 50,000 47,000 റേഞ്ചിലൊക്കെ ഇത് കിട്ടും. അതെങ്ങനെയെന്ന് വെച്ചാൽ എൻ്റെ ട്വിറ്റർ ഫ്രണ്ട് അനിൽ ചക്രവർത്തി പുള്ളി ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ട്വിറ്ററിൽ, അതിൻ്റെ എങ്ങനെയൊക്കെയാണ് നമ്മളത് ചെയ്യേണ്ടതെന്നുള്ള. അപ്പോൾ ആ ഒരു പോസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഒപ്പോ സ്റ്റോർ ആപ്പ് അതുവഴിയാണ് നിങ്ങളത് ചെയ്യേണ്ടത്, അതിൻ്റെ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോഴൊരു ഒരു അണ്ടർ 50,000 ഈ ഫോൺ കിട്ടുകയാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ്. നിങ്ങൾ ഫോൺ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടെ വില കുറയും. പിന്നെ ഞാൻ മേടിച്ചപ്പോൾ ഇതിൽ കുറച്ച് എക്സ്ട്രാ ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ അവർ അൺബോക്സിങ്ങിൽ തന്നതെന്ന് വെച്ചാൽ
ഒരു ഒപ്പോയുടെ എൻകോ എർത്ത് പ്രോ ഇയർബഡ്സ്, പിന്നെ കാറിൻ്റെ ചാർജർ, അങ്ങനെ 2 എക്സ്ട്രാ. ഇത് ബോക്സിൻ്റെ അകത്തുള്ള കേസായിരുന്നു. പിന്നെ വേറൊരു കേസ് കിട്ടി എക്സ്ട്രാ. അങ്ങനെ കുറേ ഫ്രീ ബീസ് കൂടെ അവർ തന്നായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു കിട്ടില്ല വാല്യൂ ആണ് ഈ ഫോണ്. ഓക്കെ, എന്നുവെച്ചാൽ ഒരു പീക്ക് അൺബോക്സിങ് എക്സ്പീരിയൻസ് ആണ്. നമുക്കിപ്പം കമ്പനീസ് ചാർജർ പോലും ബോക്സിൽ തരുന്നില്ല, അപ്പോഴാണ് ഇവർ ഫ്രീ ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ തരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് അണ്ടർ 50,000 കിട്ടിയാൽ ഡെഫിനറ്റ്ലി കണ്ണുടച്ച് മേടിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഫോണിൻ്റെ ഒരു റിവ്യൂ ഞാൻ 1 മാസം കൂടെ ഇത് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഫോണും iPhone 15 ക്യാമറ കമ്പാരിസണും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോഴതൊക്കെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പോ ഫൈൻഡ് എക്സ്8 ഈ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി കമൻസിൽ ഷെയർ ചെയ്യുക. നമുക്കിനി മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.